പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ജസ്റ്റിസ് എ ബദറുദ്ദീൻ്റെ സിംഗിൾ ബെഞ്ചിൽ നിന്ന് നിർണായക പ്രാധാന്യമുള്ള ഒരു വിധിന്യായം പുറത്തു വന്നിരിക്കുകയാണ്. ഏതാണ്ട് 119 പേജുള്ളതാണ് ആ വിധിന്യായം. ആ വിധിന്യായത്തിലൂടെ ജസ്റ്റിസ് എ ബദറുദ്ദീൻ ഈ ശബരിമല പെരുങ്കൊള്ള കേസിലെ 3 പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. അതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ, അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ 3ാമത്തെ തവണയാണ് കോടതി തള്ളുന്നത്. 2 തവണ കീഴ്ക്കോടതി തള്ളി. ജനുവരി 7-നാണ് 2ാമത്തെ വിധിന്യായം വന്നത്. അത് കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്നാണ് വിധിന്യായം വന്നത്. അത് അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഇപ്പോൾ 3ാമതായി ജസ്റ്റിസ് എ ബദറുദ്ദീൻ്റെ ബെഞ്ച് എ പത്മകുമാറിൻ്റെ ജാമ്യാപേക്ഷ 3ാമത്തെ തവണ തള്ളിയിരിക്കുകയാണ്. CPM-ൻ്റെ നേതാക്കന്മാർ ഇനിയെങ്കിലും കണ്ണുണ്ടെങ്കിൽ കാണുകയും ചെവിയുണ്ടെങ്കിൽ ഈ പറയുന്നത് കേൾക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ഞാനതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ആ വിഷയം അതല്ല ഇന്നത്തെ എൻ്റെ ഈ വിധിന്യായവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. ഇത് യഥാർത്ഥത്തിൽ എ പത്മകുമാർ, റോഥാം ജ്വല്ലറി ഉടമയായിട്ടുള്ള ഗോവർദ്ധൻ, മുരാരി ബാബു എന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ, ഈ 3 പേരുടെയും ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് ഇന്ന് ജസ്റ്റിസ് എ ബദറുദ്ദീൻ 119 പേജുള്ള ഈ നിർണായകമായിട്ടുള്ള വിധിന്യായം പ്രഖ്യാപിച്ചിരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് എ ബദറുദ്ദീൻ പുറപ്പെടുവിക്കുന്ന 3ാമത്തെ വിധിന്യായമാണ് ഇത്. നമുക്കറിയാം, ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ 2ാമത്തെ വിധിന്യായത്തെ തുറന്നിട്ടാണ് ദേവസ്വം ബോർഡ് അംഗമായിരുന്ന ശ്രീമാൻ KP ശങ്കരദാസിനെ ആശുപത്രിയിൽ പോയി അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം നിർബന്ധമായി. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാരണം അത് നേരത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ വിശദമായി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വിധിന്യായം വന്ന് ഏതാനും എനിക്ക് തോന്നുന്നു 1-2 മണിക്കൂറുകൾ കഴിഞ്ഞതേ ഉള്ളൂ. എങ്കിലും ഇന്ന് ഈ വിധിന്യായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഇത്ര പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ആ 119 പേജുള്ള വിധിന്യായത്തിൽ ശ്രീമാൻ KP ശങ്കരദാസിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ന്യായാധിപനായിട്ടുള്ള ജസ്റ്റിസ് എ ബദറുദ്ദീൻ നടത്തിയിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള നിർണായകമായിട്ടുള്ള വിശദാംശങ്ങൾ വിശദമായി എത്രയും പെട്ടെന്ന് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനാണ് ഇന്ന് ഈ വിധിന്യായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ഇന്ന് തന്നെ ചെയ്യണം എന്ന് ഞാൻ നിർബന്ധിപ്പിച്ചു. സുഹൃത്തുക്കളെ, അതിൽ 22 മുതൽ 25 വരെയുള്ള ഖണ്ഡികകളിലാണ് ഈ KP ശങ്കരദാസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തൻ്റെ നിരീക്ഷണങ്ങൾ വളരെ ശക്തമായി ജസ്റ്റിസ് എ ബദറുദ്ദീൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ ഖണ്ഡികകളൊന്ന് വായിച്ച് വിശദീകരിക്കാൻ തന്നെയാണ് ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. 22ാമത്തെ ഖണ്ഡിക തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് ദിസ് കോർട്ട് ഫൗണ്ട് ലാക്സിറ്റി ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ ഡ്യൂറിംഗ് ദ പീരീഡ് ബിറ്റ്വീൻ 5/12/2025 ആൻഡ് 19/12/2025 ആൻഡ് ദ സെയിം വാസ് പോയിന്റഡ് ഔട്ട് ഇൻ ദ എർലിയർ ബെയിൽ ഓർഡർ. അതായത് 5/12/2025 മുതൽ 19/12/2025 വരെ അന്വേഷണത്തിലുണ്ടായിട്ടുള്ള ഒരു മാന്ദ്യം ഇതിനു മുമ്പുള്ള ജാമ്യാപേക്ഷയിൽ ഈ കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. It is noticeable that after delivery of the earlier bail order, the investigation gathered momentum whereby Govardhan and Pankaj Bhandari were arrested. അതായത് ഈ അന്വേഷണത്തിൽ മാന്ദ്യമുണ്ട്, അല്ലെങ്കിൽ അന്വേഷണം ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള കോടതിയുടെ വിധിന്യായത്തെ തുടർന്ന് അന്വേഷണം കൂടുതൽ ദ്വരിതഗതിയിലാവുകയും ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ഇതിലൂടെ ഈ അന്വേഷണത്തിൽ ഉണ്ടായിട്ടുള്ള ദൗർബല്യങ്ങളെ ശക്തമായി ചൂണ്ടിക്കാണിക്കുകയാണ് എ ബദറുദ്ദീൻ. നമ്മൾ ഓർത്തുകൊള്ളണം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, thereafter S. വിജയകുമാർ ആൻഡ് KP ശങ്കരദാസ് were also arraigned as accused in both crimes. നമ്മൾ ഓർത്തുകൊള്ളണം, ഈ ശബരിമല കൊള്ളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ദേവസ്വം ബോർഡാണെന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടും അവിടുത്തെ അംഗങ്ങളെ അന്ന് അറസ്റ്റ് ചെയ്തിരുന്നില്ല. അവരെ പ്രത്യേക അന്വേഷണ സംഘം പ്രതികൾ പോലും ആക്കിയിരുന്നില്ല. എന്നാൽ ബഹുമാനപ്പെട്ട എ ബദറുദ്ദീൻ ജസ്റ്റിസ് എ ബദറുദ്ദീൻ്റെ വിധിന്യായം വന്നതിനെ തുടർന്ന്, മുമ്പുള്ള ജാമ്യാപേക്ഷ വന്നതിനെ തുടർന്ന്, അപേക്ഷയിലുള്ള ഉത്തരവ് വന്നതിനെ തുടർന്ന് വിജയകുമാറും KP ശങ്കരദാസിനെയും ഈ 2 കുറ്റങ്ങളിലും പ്രതികളാക്കി. That apart, the Tantri was also arraigned as an accused and in both crimes and he was also arrested. അതിനെ തുടർന്ന് തന്ത്രിയെയും 2 കേസിലും പ്രതിയാക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. But the arrest of Vijaykumar was delayed, though his arrest was recorded after delay. എന്നാൽ ദേവസ്വം ബോർഡിലെ അംഗമായിരുന്ന വിജയകുമാറിൻ്റെ അറസ്റ്റ് വീണ്ടും താമസിക്കുകയും എന്നാൽ താമസിച്ചതിനെ തുടർന്ന് അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇനിയാണ് KP ശങ്കരദാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള
വിഷയങ്ങളെക്കുറിച്ച് ജസ്റ്റിസ് ബദറുദ്ദീൻ തൻ്റെ വിധിന്യായത്തിൽ പറയുന്നത്. അദ്ദേഹം പറയാണ്, ബട്ട് ദ അറസ്റ്റ് ഓഫ് കെ പി ശങ്കരദാസ് വാസ് നോട്ട് മെറ്റീരിയലൈസ്ഡ് ടിൽ 4/1/2026 ആൻഡ് ഓൺ 4/1/2026 ദ സെയിം വാസ് റെക്കോർഡഡ് അറ്റ് ദ ഹോസ്പിറ്റൽ ആൻഡ് ദാറ്റ് ഹി ഹാസ് ബീൻ അഡ്മിറ്റഡ്. എന്നാൽ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തെങ്കിലും വിജയകുമാറിൻ്റെ കൂടെ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന കെ പി ശങ്കരദാസിനെ 4/1/2026 വരെ അറസ്റ്റ് ചെയ്തില്ല. എന്നാൽ 4/1/2026 അയാൾ കിടക്കുന്ന ആശുപത്രിയിൽ ചെന്ന് അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുണ്ടാകും. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വാട്ട് ഈസ് ഹിസ് ഡിസീസ് ഈസ് നോട്ട് ഡിസേണബിൾ എന്ന് പറഞ്ഞാൽ കെ പി ശങ്കരദാസ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടെങ്കിലും അയാളുടെ അസുഖം എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. Anyhow, now he has been continuing at Medical College തിരുവനന്തപുരം under judicial custody after remand. എന്നാൽ റിമാൻഡ് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിയുകയാണ്. അതാണ് 22-ാം പാരഗ്രാഫിൽ പറഞ്ഞത്. പാരഗ്രാഫ് 23-ലും ഇത് തന്നെ തുടരുകയാണ്. ഇറ്റ് ഈസ് ഡിസേണബിൾ ഫ്രം ദ കേസ് റെക്കോർഡ്സ് ദാറ്റ് കെ പി ശങ്കരദാസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഹി അപ്പിയർഡ് ബിഫോർ ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ വിത്തൗട്ട് കംപ്ലയിൻസ് ഓഫ് എനി ഹെൽത്ത് ഇഷ്യൂസ് സിൻസ് ഹി വാസ് നോട്ട് അറൈഡ് ആസ് ആൻ അക്യൂസ്ഡ് അറ്റ് ദ റെലവൻറ്റ് ടൈം. ആലോചിച്ച് നോക്കണം. കേസ് രേഖകൾ പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്കും അയാൾ അന്വേഷണത്തിൻ്റെ പ്രാഥമിക ഘട്ടങ്ങളിൽ എല്ലാം പങ്കെടുക്കുകയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപ് ഹാജരാകുകയും ചെയ്യുകയും അയാളെ പ്രതിയാക്കുന്നത് വരെ ഒരു അസുഖവും ഉണ്ടായിരുന്നില്ല. അതാണ്. He participated in the initial stage of investigation and he appeared before the investigating officer without complaints of any health issues since he was not arraigned as an accused in the relevant time. മനസ്സിലായില്ലേ? അയാളെ പ്രതിയാക്കാതിരുന്നത് കൊണ്ട് അയാൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ അയാൾ ഹാജരായി, അവരുമായിട്ട് സഹകരിച്ചു. അയാൾക്ക് ഒരു അസുഖവും ഉള്ളതിനെ കുറിച്ചിട്ട് അയാൾ പറഞ്ഞില്ല. ലേറ്റർ ഹിസ് ഇൻവോൾവ്മെന്റ് ഇൻ ദിസ് ക്രൈം വാസ് നോട്ടീസ്ഡ് ബൈ ദിസ് കോർട്ട് ആസ് ഓൺ പാർ വിത്ത് എ പത്മകുമാർ. എന്നാൽ പിന്നീട് ഈ കോടതി അയാൾക്ക് കുറ്റകൃത്യത്തിലുള്ള പങ്ക് എന്താണെന്ന് കണ്ടുപിടിക്കുകയും പത്മകുമാർ എന്താണോ കുറ്റം ചെയ്തിട്ടുള്ളത് അയാൾ ഇതേ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് ഈ കോടതി കണ്ടുപിടിക്കുകയും ചെയ്തു. K.P. Shankardas had approached the Honorable Apex Court to remove the observations in the earlier bail order passed by this court and the Honorable Apex Court dismissed his plea. അപ്പോൾ കെ പി ശങ്കരദാസിനെ കുറിച്ച് തൻ്റെ കോടതി പറഞ്ഞ പരാമർശങ്ങൾ റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ സുപ്രീം കോടതിയിൽ പോയെങ്കിൽ സുപ്രീം കോടതി ആ ആവശ്യം റദ്ദാക്കി. In the meantime, അതേസമയം he got impleaded as accused in both crimes and thereafter he got admitted in a private hospital of his choice, complaining of some ailments all on a sudden. എന്നാൽ സുപ്രീം കോടതി ഇയാളുടെ വാദം തള്ളിയതിനെ തുടർന്ന് ഇയാൾ എന്ത് ചെയ്തു? അയാളെ 2 കേസിലും പ്രതിയാക്കി. 2 കേസിലും പ്രതിയാക്കിയതിനെ തുടർന്ന് അയാൾ എന്ത് ചെയ്യുന്നറിയോ? അയാൾക്ക് ഇഷ്ടമുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പെട്ടെന്ന് അയാൾ എന്തൊക്കെയോ അസുഖങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ വരികയാണ്. അതായത് ഹി ഗോട്ട് അഡ്മിറ്റഡ് ഇൻ എ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഓഫ് ഹിസ് ചോയ്സ്, കംപ്ലൈനിങ് ഓഫ് സം എയിൽമെൻറ്റ്സ് ഓൾ ഓൺ എ സഡൻ. അതായത് അയാൾക്ക് ഇഷ്ടമുള്ള ആശുപത്രിയിൽ എന്തോ അയാൾക്ക് അസുഖങ്ങളുണ്ടെന്ന് പറഞ്ഞ് അയാൾ അവിടെ പോയി കിടന്നു. Although mere hospitalization of an accused would not by itself is a reason to avoid arrest of the said accused, as his arrest could not be recorded in the hospital, the said course of action was not opted by the investigating officer for reasons known to him. വളരെ നിർണായകമാണ് ഈ വാചകം. എന്താണ്? അറസ്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രതിക്ക് ഒരു കാരണവശാലും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടാൻ പാടില്ലായിരുന്നെങ്കിലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്തുകൊണ്ടാണ് അയാളെ കേസിൽ പ്രതിയാക്കിയപ്പോൾ അയാൾ പെട്ടെന്ന് ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ചിന്തിക്കാഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല. കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊടുക്കുന്ന അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ്. ഓൾദോ മിയർ ഹോസ്പിറ്റലൈസേഷൻ ഓഫ് ആൻ അക്യൂസ്ഡ് ബൈ of an accused would not by itself is a reason to avoid arrest of the said accused, as his arrest could be recorded in the hospital. അതായത് ഒരാൾ പ്രതിയായി കഴിയുമ്പോൾ അയാളുടേതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് അയാൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ അയാളെ ആശുപത്രിയിൽ ചെന്ന് അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്താമെന്നിരിക്കെ അങ്ങനൊരു നടപടി പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിക്കാഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല. കോടതി പറയുകയാണ്. കാരണം പെട്ടെന്ന് അയാൾ പോയി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതാണ്. സ്വാഭാവികമായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ തന്നെ അയാൾ ആശുപത്രിയിൽ പോയി അറസ്റ്റ് ചെയ്യാമായിരുന്നു.
പക്ഷേ അറസ്റ്റ് ചെയ്യാതിരുന്ന എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം, അതിരൂക്ഷമായിട്ടുള്ള ചോദ്യം പ്രത്യേക അന്വേഷണ സംഘത്തോട് ചോദിക്കുകയാണ്. ദാറ്റ് ഈസ് ടു സേ, ഈവൻ ദോ ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ക്യാൻ ഈസിലി റെക്കോർഡ് ദ അറസ്റ്റ് ഓഫ് KP Shankardas at the hospital much earlier, as done in 4/1/2026, without interrupting the medical treatment if any, and continue the same if necessary, his arrest was delayed indefinitely till 4/1/2026. എന്ന് പറഞ്ഞാൽ പറയുന്നതാ, അയാൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ തന്നെ വളരെ നേരത്തെ തന്നെ ആശുപത്രിയിൽ വെച്ച് അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്താമായിരുന്നു. അതാണ് 4/1/2026 സംഭവിച്ചത്. അയാളുടെ ചികിത്സയ്ക്കൊന്നും ഒരു തടസ്സവും ഉണ്ടാവാതെ നേരത്തെ അത് ചെയ്യാമായിരുന്നു. പക്ഷെ അത് ചെയ്യാമായിരുന്നു എന്നിരിക്കെ അയാളുടെ അറസ്റ്റ് 4/1/2026 വരെ എന്തുകൊണ്ട് താമസിപ്പിച്ചു എന്നത് മനസ്സിലാവുന്നില്ല. അപ്പം പ്രത്യേക അന്വേഷണ സംഘം മനഃപൂർവ്വം KP Shankarദാസിൻ്റെ അറസ്റ്റ് താമസിപ്പിച്ചു എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ജസ്റ്റിസ് ബദറുദ്ദീൻ തൻ്റെ വിധിന്യായത്തിൽ പറയുകയാണ്. ഇറ്റ് ഈസ് ജുഡീഷ്യബിളി നോട്ടീസ്ഡ് ദാറ്റ് ദ സൺ ഓഫ് KP Shankarദാസ് ഹാസ് ബീൻ വർക്കിംഗ് ആസ് DIG, എ ഹയർ പോലീസ് ഓഫീസർ ഇൻ ദ സ്റ്റേറ്റ്. ജുഡീഷ്യലായിട്ട് താൻ നോക്കിയപ്പോൾ തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ KP Shankarദാസിൻ്റെ മകൻ കേരള പോലീസിലെ ഒരു ഉന്നത സ്ഥാനത്ത് DIG ആയിട്ട് തുടരുകയാണ് എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട കോടതി പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചാലോചിക്കുമ്പോൾ എന്താ നമുക്ക് കാണാൻ കഴിയുന്നത്? ഈ KP Shankarദാസിൻ്റെ മകൻ സംസ്ഥാന പോലീസിൽ DIGയുടെ ഒരു സ്ഥാനത്ത് ജോലി ചെയ്തിരുന്നു എന്നുള്ളത് കൊണ്ടാണ് KP Shankarദാസിനെ നേരത്തെ അറസ്റ്റ് ചെയ്യാമായിരുന്നിട്ടും പ്രത്യേക അന്വേഷണ സംഘം KP Shankarദാസിനെ മനഃപൂർവ്വം അറസ്റ്റ് ചെയ്യാതിരുന്നത് എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള അതിനിർണായകമായിട്ടുള്ള ആരോപണം ജസ്റ്റിസ് ബദറുദ്ദീൻ തൻ്റെ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഇനി 24ാമത്തെ പാരഗ്രാഫിൽ പറയുന്നതാണ്, ഇൻ കേസ് ഓഫ് Shankarദാസ്, what is his ailment and whether his hospitalization at the private hospital was required for the treatment of any disease, as also whether he has any present serious ailment to continue his hospitalization, are matters to be ascertained. അതായത് ശങ്കരദാസിന് എന്തെങ്കിലും ശങ്കരദാസിൻ്റെ അസുഖങ്ങൾ എന്തൊക്കെയാണ്, ആ അസുഖത്തിന് വേണ്ട ചികിത്സ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അയാൾ ആശുപത്രിയിൽ തുടരേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി പരിശോധിച്ചാലേ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് therefore there shall be a direction to the medical superintendent, Medical College Hospital, Tirunelveli, to form a competent medical board of expert doctors and to file a comprehensive report based on the opinion of the medical board, inclusive of the medical board report, with specific mention whether such an ailment has been there in as much as KP Shankarദാസ് is concerned. അതുകൊണ്ട് ഇയാളുടെ അസുഖം എന്താണ്, ഇയാൾക്ക് കിട്ടിയ ചികിത്സ എന്താണ്, ഇയാൾ ആശുപത്രി കിടന്നപ്പോഴത്തേക്കും എന്ത് രോഗമാണ് ഉണ്ടായത് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് പരിശോധിക്കാനായിട്ട് മെഡിക്കൽ സൂപ്രണ്ട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ ഒരു മെഡിക്കൽ ബോർഡ് ഉണ്ടാക്കുകയും അതിൽ കഴിവുള്ള എക്സ്പേർട്ട് ഡോക്ടേഴ്സ് ഉണ്ടാവുകയും ചെയ്യുകയും അവർ സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട്, അതായത് ഇയാൾക്ക് എന്തെങ്കിലും എയിൽമെൻറ്റ് ഇയാൾക്ക് നേരത്തെ മുതലേ ഉണ്ടായിരുന്നോ എന്നൊക്കെ ഉള്ള കാര്യം പറയുന്ന വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഒരു മെഡിക്കൽ ബോർഡ് ഉണ്ടാക്കണം എന്ന് ജസ്റ്റിസ് ബദറുദ്ദീൻ തന്റെ വിധിന്യായത്തിൽ പറയുന്നു. ഫർദർ, ദ റിപ്പോർട്ട് ഓൾസോ മസ്റ്റ് കണ്ടെയ്ൻ വാട്ട് ഈസ് ദ പ്രസന്റ് എയിൽമെന്റ് ഓഫ് KP Shankarദാസ്. അതായത് ആ റിപ്പോർട്ടിൽ KP Shankarദാസിൻ്റെ ഇപ്പോഴുള്ള അസുഖം എന്താണെന്നുള്ള വിവരങ്ങൾ ഉണ്ടാവണം. ആൻഡ് ദ ട്രീറ്റ്മെൻറ്റ് ദെയർ ഓഫ്, അതിനുള്ള ചികിത്സ എന്താണെന്നുള്ള വിവരം ഉണ്ടാവണം. വിത്ത് സ്പെസിഫിക് അസർഷൻ ആസ് ടു വെദർ ഹിസ് ഹോസ്പിറ്റലൈസേഷൻ ഫർദർ മോർ ഈസ് റിക്വയർഡ് ആൻഡ് ഓൾസോ വെദർ ട്രീറ്റ്മെൻറ്റ് ഇഫ് എനി ക്യാൻ ബി കണ്ടിന്യൂഡ് ഇൻ ദ ജയിൽ. അതുകൊണ്ട് ആ അന്വേഷണ റിപ്പോർട്ടിൽ അയാൾക്ക് ഇപ്പോൾ ഉള്ള രോഗം എന്താണെന്നുള്ളതിനെക്കുറിച്ച് വിശദാംശം ഉണ്ടാവണം, അതിനുള്ള ചികിത്സ എന്താണെന്നുള്ളതിനെക്കുറിച്ച് വിശദാംശം ഉണ്ടാവണം. അതുപോലെ തന്നെ ചികിത്സ, ഇയാളുടെ രോഗത്തിനുള്ള ചികിത്സ ജയിലിൽ കൊടുക്കാൻ പറ്റുന്നതാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ഉണ്ടാവണം. ദ മെഡിക്കൽ സൂപ്രണ്ടന്റ് ഈസ് ഡയറക്റ്റഡ് ടു ഫയൽ ദ റിപ്പോർട്ട് ഓൺ ഓർ ബിഫോർ 27/1/2026 in a sealed cover before the registrar judicial of this court to be placed before me for further action if any. ഈ മെഡിക്കൽ ബോർഡ് 27/1/2026 ഒരു സീൽഡ് കവറിൽ രജിസ്ട്രാർ ജുഡീഷ്യലിന് ഈ കോർട്ടിൽ അവരുടെ സീൽഡ് കവറിൽ കൊടുക്കുകയും അത് തൻ്റെ മുമ്പിൽ അത് ഹാജരാക്കുകയും ചെയ്യണം. എന്നാലോചിച്ച് നോക്ക്,
പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതിൽ കൂടുതൽ രൂക്ഷമായിട്ടുള്ള പ്രതികരണം കോടതിയിൽ നിൽക്കാനുണ്ടോ സുഹൃത്തുക്കളെ? KP ശങ്കരദാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാളെ രക്ഷിക്കാൻ വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ശ്രമങ്ങൾ. ആദ്യം പറയുന്നത് എന്താ? അയാൾ കേസിൽ പ്രതിയാകുന്നതിന് വരെ അയാൾക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നില്ല. അയാൾ അന്വേഷണ സംഘമായിട്ട് സഹകരിച്ചു. അത് കഴിഞ്ഞപ്പോൾ അയാളെ കേസിൽ പ്രതിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾക്കെതിരായിട്ടുള്ള പരാമർശം നീക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി ആ പരാമർശങ്ങളെല്ലാം തള്ളി. അത് കഴിഞ്ഞപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അയാൾക്ക് ഇഷ്ടമുള്ള ഒരു ആശുപത്രിയിൽ ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള രീതിയിൽ പോയി അയാൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയത്ത് തന്നെ അയാളെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നു, അറസ്റ്റ് രേഖപ്പെടുത്താമായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം അത് ചെയ്തില്ല. അവസാനം 4/1/2026 തൻ്റെ ഒരു വിധിന്യായത്തിൻ്റെ പശ്ചാത്തലത്തിൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്. അത് നേരത്തെ ചെയ്തുകൂടായിരുന്നോ? കോടതി ചോദിക്കുകയാണ്. എന്നിട്ട് കോടതി സംശയം പ്രകടിപ്പിക്കുകയാണ്. എന്താണ് അയാളുടെ അസുഖം? ഒന്നും അറിയത്തില്ല. അതിൻ്റെ ചികിത്സ എന്താണ്? അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അയാളിപ്പോൾ ചികിത്സയിൽ കഴിയുന്ന മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ വിശദമായിട്ടുള്ള ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുകയും അതിൽ എക്സ്പേർട്ട് ഡോക്ടർമാരെ അതിനകത്ത് ഉൾപ്പെടുത്തുകയും അവർ ഇതിനെക്കുറിച്ച് വിശദമായി പരിശോധിച്ച് അയാളുടെ രോഗം എന്താണ്, അതിനുള്ള ചികിത്സ എന്താണ്, ആ രോഗത്തിനുള്ള ചികിത്സ ജയിലിൽ കിടന്ന് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള വിവരങ്ങൾ വിശദമായി പരിശോധിച്ച് 27/1/2026 അതിൻ്റെ റിപ്പോർട്ട് സീൽഡ് കവറിൽ രജിസ്ട്രാർ ജുഡീഷ്യലിന് കൈമാറുകയും ആ സീൽഡ് കവർ എത്രയും പെട്ടെന്ന് കാലതാമസമില്ലാതെ തൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യണം എന്നാണ് ജസ്റ്റിസ് എ ബദ്രുദ്ദീൻ തൻ്റെ 119 പേജുള്ള വിധിന്യായത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിനപ്പുറം ഒരു രൂക്ഷമായ വിമർശനം പ്രത്യേക അന്വേഷണ സംഘത്തിന് ഏൽക്കാനുണ്ടോ സുഹൃത്തുക്കളെ? അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നീതിയുടെ കാവലാളായി ഹൈക്കോടതി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. ഭരണഘടന എന്താണോ വിഭാവനം ചെയ്തത് അത് ഹൈക്കോടതി നടപ്പിലാക്കുന്നു. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ചെയ്യുന്ന കാര്യങ്ങളെ ഒന്നും ഞാൻ വിമർശിക്കുന്നില്ല. പക്ഷേ ഈ അന്വേഷണം നേർവഴിക്ക് കൊണ്ടുപോകുന്നതിന് സഹായകരമായിട്ടുള്ള 3 വിധിന്യായങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നത് ജസ്റ്റിസ് എ ബദ്രുദ്ദീൻ്റെ ബെഞ്ചിൽ നിന്നാണ് എന്ന് പറയുന്നതിന് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിലും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും എനിക്ക് അഭിമാനമുണ്ട് എന്ന് ഞാൻ പറയും. കാരണം ആദ്യത്തെ വിധിന്യായത്തിൽ അദ്ദേഹം ചോദിച്ചു ഇതെന്താണ് വൻതോക്കുകളിലേക്ക് എത്താത്തത് എന്ന് അദ്ദേഹം ചോദിച്ചു. രണ്ടാമത്തെ വിധിന്യായത്തിൽ അദ്ദേഹം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിലുണ്ടായിട്ടുള്ള മാന്യത്തിനെ കാര്യകാരണ സഹിതം അദ്ദേഹം വിമർശിച്ചു. KP ശങ്കരദാസിനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്ന് അദ്ദേഹം ചോദിച്ചു. അതിനെ തുടർന്ന് KP ശങ്കരദാസിനെ ആശുപത്രിയിൽ ചെന്ന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. ആ വിധിന്യായത്തിൽ അദ്ദേഹം വാക്കാൽ പരാമർശിച്ചു. മകൻ SP ആയതുകൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചു. അദ്ദേഹം DIG ആണെന്ന് അദ്ദേഹത്തിന് അറിയാൻ പാടില്ല. പക്ഷേ ഈ വിധിന്യായത്തിൽ പ്രത്യേക അന്വേഷണ സംഘം KP ശങ്കരദാസിൻ്റെ അറസ്റ്റ് വളരെ നേരത്തെ തന്നെ ആശുപത്രിയിൽ ചെന്ന് രേഖപ്പെടുത്താതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മകൻ സ്റ്റേറ്റ് പോലീസിൽ DIGയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്നത് കൊണ്ടാണോ എന്ന് സൂചിപ്പിക്കുന്ന പരാമർശങ്ങൾ അദ്ദേഹം ഇതിനകത്ത് നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ വലിയ സംശയമുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഈ നടപടികളോട് വലിയ തോതിൽ സംശയത്തോടു കൂടിയാണ് അദ്ദേഹം അതിനെ വീക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മെഡിക്കൽ ബോർഡ് ഇതിനെക്കുറിച്ച് പരിശോധിച്ച് തൻ്റെ മുമ്പിൽ എത്തിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ജസ്റ്റിസ് എ ബദ്രുദ്ദീൻ എന്ന് പറഞ്ഞ ന്യായാധിപൻ്റെ വിധിന്യായങ്ങളാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തെ നേർവഴിയിൽ കൂടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശബരിമല പെരുങ്കൊള്ളയിൽ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടാൻ ഈ ജസ്റ്റിസ് എ ബദ്രുദ്ദീൻ്റെ വിധിന്യായങ്ങൾ ദേവസ്വം ബെഞ്ചിൻ്റെ വിധിന്യായങ്ങൾ പോലെ തന്നെ സഹായകരമാകും, അല്ലെങ്കിൽ അതിനേക്കാൾ 1 ഡിഗ്രി കൂടുതലെങ്കിലും സഹായകരമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.